ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ ഉണ്ടാക്കുന്നത് ബട്ടർഫ്ലൈ ചിക്കനാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 50 ഗ്രാം ചിക്കൻ എടുത്ത് എല്ലില്ലാത്ത ചിക്കനാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും വലിപ്പമുള്ള ചിക്കനാണ്, ക്യൂബായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കൂടി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. ഞാൻ ഇവിടെ ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്. അത് തൊലി കളഞ്ഞെടുക്കാം. ഇത്രയും ചിക്കന് ഒരു ഉരുളക്കിഴങ്ങ് മതിയാവും. ഒരു ഉരുണ്ട ഉരുളക്കിഴങ്ങാണ് ഏറ്റവും നല്ലത്. ഇത് നീളത്തിലുള്ള ഉരുളക്കിഴങ്ങാണ്. ഇനി ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. എത്ര തിന്നാക്കാൻ പറ്റുമെന്ന് അത്ര തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും നൈസ് മതി. ഇനി ഇതേപോലെ മടക്കിയെടുക്കാൻ പറ്റണം. കുറച്ച് വലിയ പൊട്ടാറ്റോ ആണെങ്കിൽ നല്ലത്, കുറച്ച് റൗണ്ട് ഷേപ്പുള്ള പൊട്ടാറ്റോ ആണെങ്കിൽ നല്ലത്. ഇനി ഇത് എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഇവിടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അരമണിക്കൂർ വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിരിക്കും ഇങ്ങനെ വെച്ചാൽ. ഇതിന് കളറൊന്നും മാറില്ല. ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ ഇങ്ങനെ കളറൊന്നും മാറില്ല. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു കബാബിന്റെ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്, കൊള്ളി. അത് 3 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ മതി. അത് വെള്ളത്തിലിട്ട് വെക്കുന്ന കാരണം ഇത് എണ്ണയിലിടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ചിക്കൻ നടുവായിട്ട് വെച്ചു കൊടുക്കാം. ഇതേപോലെ വെച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് മടക്കി പിടിക്കാം. ഇനി ഇത് ഒരു സ്റ്റിക്ക് കൊണ്ട് ഇതേപോലെ കുത്തിയെടുക്കാം. ചിക്കൻ അടക്കം കുത്തിയെടുക്കണം. ഇതേപോലെ ചിക്കൻ അടക്കം കുത്തിയെടുക്കണം. അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ വിട്ട് വരും. ഒന്ന് ഉള്ളിൽ വെക്കാം. അതിനുശേഷം ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം ഒരു അറ്റത്ത് നിന്ന് ഉരുളക്കിഴങ്ങിന്റെ അറ്റത്ത് നിന്ന് തുടങ്ങിയതിന് ശേഷം അപ്പുറത്തെ അറ്റത്തേക്ക് വരണം കൊള്ളി. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാൻ വെച്ചാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഭാഗം അടിഭാഗത്ത് വരണം, പൊട്ടാറ്റോ മുകൾ ഭാഗത്തും. കാരണം ചിക്കൻ വെന്ത് വരണം. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ചിക്കൻ കുക്കാകുകയില്ല. ചിക്കൻ്റെ ഭാഗം മുകൾ ഭാഗത്ത് വന്നാൽ പൊട്ടാറ്റോ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ഒരു 2-3 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം.
ഇതൊരു സൈഡായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇത് രണ്ട് സൈഡും നല്ലോണം മൊരിഞ്ഞ് കിട്ടണം. ഇത് രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനി സ്റ്റെയിനറിലേക്ക് മാറ്റാം, എണ്ണയെല്ലാം പോകാൻ വേണ്ടി. ഇതേപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബാച്ചും ഇതേപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ അവിടെ എല്ലാം ഫ്രൈ ചെയ്തിട്ടത്. നല്ല ടേസ്റ്റാണിത്. കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈ ആണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പി